കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് പരിഗണനയിൽ ഒരു സിനിമാ താരവും ഉണ്ടെന്നാണ് വരുന്ന വാർത്തകൾ. സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാർക്കൊപ്പം മറ്റ് 4 പേരുകളും പരിഗണിക്കുന്നുണ്ടത്രേ. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച രശ്മി, KPCC പബ്ലിക് പോളിസി അധ്യക്ഷനും എഴുത്തുകാരനുമായ JS അടൂർ എന്നിവരുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇപ്പോൾ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിൽ അഖിൽ മാരാരുടേതുൾപ്പെടെയുള്ള പേരുകളുണ്ട്. ഏതൊക്കെ ചർച്ചകളാണ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? ഏതൊക്കെ പേരുകൾക്ക് പ്രഥമ പരിഗണന ലഭിക്കുന്നു? കൊല്ലത്ത് UDF 6 സീറ്റുകളിൽ കുറയാതെ വിജയിക്കുമെന്നുള്ളൊരു കാര്യമാണ് UDF നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. അവരുടെ പരിഗണനയിലുള്ള വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നതായി പരിഗണിക്കുന്നത് കൊട്ടാരക്കരയുമുണ്ട്. കാരണം കഴിഞ്ഞ തവണ KN ബാലഗോപാൽ മത്സരിച്ച സമയത്ത് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച രശ്മി ഏകദേശം 9% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതും ഒരു അത്തരത്തിലൊരു ശക്തമായ ഇടതുപക്ഷ തരംഗമുണ്ടായിരുന്ന സമയത്ത് പോലും. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആരെങ്കിലും ഒരാളെ വെച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യം എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് അഖിൽ മാരാരുടെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നത്. അഖിൽ മാരാർ നമുക്കറിയുന്നത് പോലെ തന്നെ കോൺഗ്രസ് വേദികളുടെ മിക്കവാറുമുള്ള ഒരു നിറ സാന്നിധ്യമായി ഉണ്ട്. ഒപ്പം തന്നെ അതിന്റെ അനുകൂല പോസ്റ്റുകളും അത്തരത്തിൽ കോൺഗ്രസുമായി അടുത്ത് പോകുന്ന ഒരാളാണ് അഖിൽ മാരാർ. നടനും സംവിധായകനും ഒക്കെയാണ്. അപ്പോൾ അഖിൽ മാരാരെ നിർത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡലം പിടിച്ചെടുക്കുക വളരെ എളുപ്പമാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് സജീവമായി പരിഗണിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് 4 പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. ഒന്ന് രശ്മിയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചു, KN ബാലഗോപാലിനെതിരെ മത്സരിച്ചു. മറ്റൊന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായി അവർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു പേര് കേൾക്കുന്നത് P ഹരികുമാറാണ്. DCC ജനറൽ സെക്രട്ടറിയാണ്. കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. മറ്റൊരാൾ ജോൺ സാമുവലാണ്. ഒരുപക്ഷെ ആ പേര് കേട്ടാൽ പലർക്കും സുപരിചിതനല്ലായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ ഒരു ഭൗതിക തലത്തിലുള്ള ഒരാളെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ചില നേതാക്കൾ പറയുന്നത് കൊണ്ടാണ് JS അടൂർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ജോൺ സാമുവലിന്റെ പേര് കൂടെ ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹം KPCC പബ്ലിക് പോളിസി അധ്യക്ഷനായി നിലവിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഒരു യുവമുഖത്തെ മറ്റൊരു പാർട്ടിക്കുള്ളിൽ നിന്നൊരു യുവമുഖം വേണമെന്നാണെങ്കിൽ അജു ജോർജ്. അപ്പോൾ ഈ 5 പേരുകൾ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടിയാണ് UDFനുണ്ടായത്. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കുക എന്നുള്ളത് അവിടുത്തെ പല മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് വിഷയം തന്നെ. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി അതിന് പൂർണ്ണ പിന്തുണ നൽകിയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടി പരിഗണിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാവുക. അവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമായി തന്നെയാണ് UDF കൊട്ടാരക്കരയും പരിഗണിക്കുന്നത്. ജിൽസി.